ഗുഡ് ഇന്നലെ മോർണിംഗ്. മത്സരിച്ചിരുന്നല്ലേ? അതെ. ആണോ? സ്റ്റുഡന്റ് ഏതാ ടീച്ചർ? മനുവിന് രാവിലെ തന്നെ ഒരു അക്കിടി എൻ്റെ പറ്റി. ഭാഗ്യം. എവിടെയാണ് നിങ്ങൾ? പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. പാലക്കാട് MNKMHS ചിറ്റിലഞ്ചേരിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മോളുടെ പേര്? എൻ്റെ പേര് ദിയാലൂക്ക്. ദിയാലു. അപ്പൊ ടീച്ചറുടെ പേര് അർച്ചന. ഞാൻ അതേ സ്കൂളിൽ അവൾക്ക് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ആണല്ലേ? ഒരു തരത്തിലും വിടില്ല. സ്കൂളിൽ ചെന്നാലും ടീച്ചർ, കലോത്സവവേദി വന്നാലും ടീച്ചർ. ഇവിടെ വന്നും കണക്കിന്റെ ഹോംവർക്ക് ഒക്കെ ഇട്ട് തരാറുണ്ടോ? ടീച്ചറാണ് എന്നെ ഈ ഉറുദു പദ്യം ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതും ഇങ്ങനെ ഈ സംസ്ഥാനത്തേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഈ കണക്കും ടീച്ചറെ പോലെ കലാതിലകം ആകാനുള്ള ആഗ്രഹം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഓരോ താല്പര്യം വരുന്നത്. ഇപ്പൊ ഉറുദുവിൽ അത് ടീച്ചറുടെ വലിയ ബ്രില്യൻസ് ആണ് കേട്ടോ. അതായത് ആദ്യം ഉറുദു, അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് അല്ലേ? ഏത് ക്ലാസ്സിലേക്ക്? ഞാനിപ്പോ 9th. സമയം കിടക്കുക. അപ്പൊ കണക്കും കലയും തമ്മിലുള്ള ബന്ധം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമില്ല. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം അവൾക്ക് പറഞ്ഞു കൊടുത്ത് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇവിടം വരെ എത്തി. അതെ, അത് വലിയ കാര്യമാണ്. സബ് ജില്ല, ജില്ല ഒക്കെ കടന്ന് അല്ലേ? ഈ ഉറുദു പദ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പഴയ കലാതിലകത്തിന്റെ ഒരു ട്രിക്കിലും ട്രാക്കിലും പെട്ടതാണോ? പല സെലക്ഷൻസ്. 10ാം ക്ലാസ്, +1, +2 അങ്ങനെയാണ് ഞാൻ ഉറുദു പദ്യം 3 വർഷമായിട്ട്. എനിക്ക് സ്റ്റേറ്റില് 2 വർഷം ഫസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റില്. ഞാൻ പാടി അതേ കവിതയാണ് അവളും ഇവിടെ പാടിയത്. അങ്ങനെ നല്ല ഭാഗ്യമുള്ളൊരു കവിത അല്ലേ? വലിയ പ്രതീക്ഷ നിൽക്കുക. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് വരികൾ. കൽബേ മാഖൂൽ മേ ലർസാ ശരരേ ജംഗ് ഹേ ആജ്. കൽബേ മാഖൂൽ മേ लर्ज़ा शररे जंग है आज. हौसले वक्त के और ज़ीस्त के यक रंग है आज. आबगीनों में तपा वलवले संग है हुस्न और इश्क हम आवाज़ों हम आहंग है. जिसमें जलता हूँ उसी आग में जलना है तुझे. उठ मेरी जान मेरे साथ ही चलना है तुझे. उठ मेरी जान मेरे साथ ही चलना है तुझे. ഗംഭീരമായി. നല്ല ഒരു ആലാപന ശൈലി ഫീൽ ചെയ്തു. ഉറുദു അറിയില്ല, അപ്പം അത് ടീച്ചറോട് തന്നെ ചോദിക്കേണ്ടി വരും. രണ്ടുപേരും ഉറുദു പഠിച്ചിട്ടില്ല. ഇല്ല അല്ലേ? പിന്നെ എങ്ങനെ ഈ ഒരു ഈ ഒരു കവിതയിലേക്ക് എനിക്ക് മലപ്പുറം ഞാൻ പോയി ഇതിനു വേണ്ടി പഠിച്ചതാണ്, കലോത്സവത്തിന് വേണ്ടി. അതിന്റെ ഈ ഒരു ആലാപന രീതിയൊക്കെ കറക്റ്റ് ആവണമല്ലോ. പ്രത്യേകിച്ച് വന്നിരിക്കുന്ന ജഡ്ജസ് വളരെ നല്ല നിലയ്ക്ക് ഉറുദു കവിതകളെ മനസ്സിലാക്കാനും മാർക്കിടാനും കഴിയുന്നവരാകും. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തിയോടെ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ്. ഇതിപ്പോ ഞാൻ അന്ന് പാടുമ്പോഴും അന്നും ഇന്നും സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിന് പ്രസക്തി എല്ലാ കാലത്തും വളരെ ശക്തിയുള്ളൊരു വിഷയമാണ്, വേണ്ട വിഷയമാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ശക്തി, ഒരു പവർ ഈ സോങ്ങിന് ഇത്രയും വരാൻ കാരണം. മോളുടെ ഒരു ആലാപന രീതി വെച്ചിട്ട് ഇവിടെ നിന്ന് കൂടുതൽ മറ്റ് അതുപോലെ മലയാളം പദ്യം ചൊല്ലലിലേക്കായാലും കവിതാ പാരായണത്തിലേക്കായാലും ഒക്കെ ആലോചിക്കാവുന്നതല്ലേ? കേട്ടതിൻ്റെ ഒരു അതെ അതെ ആലോചിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിലായിരുന്നു എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് അത് അവൾക്ക്. ഓക്കെ, ഇത് നന്നായി ചൊല്ലി വിൻ ചെയ്ത ഒരാളാണ്. ആ വഴിയിൽ ഇതാ ഇപ്പോൾ സ്വന്തം കുട്ടി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ആള്? നിങ്ങൾ തമ്മിലൊരു മത്സരത്തിന് മാർക്കിടാൻ പറഞ്ഞാൽ? അങ്ങനെ എനിക്കറിയില്ല. ടീച്ചറെ മറികടക്കുമോ? അങ്ങനെ മറികടക്കാം ഒരു പക്ഷേ. മറികടക്കണമല്ലോ അല്ലേ? കണക്ക് ക്ലാസ്സിൽ ഇങ്ങനെയാണ് നമ്മളുടെ വിജയം. കണക്ക് ചെല്ലുമ്പോ കളി മാറുമെന്ന് മനു ആ കണക്കിൽ നിൽക്കുക ഇപ്പോഴും. രാജ്കുമാറെ ഒപ്പിച്ച പണിയാണ്. എന്നോട് പറഞ്ഞറിയോ, 2 പിള്ളേർ വന്നിട്ടുണ്ട്, അവരെ പിടിച്ച് നിർത്തിക്കോളാൻ. ഒരു ടീച്ചറെ ഒരു കുട്ടീനെ. മാപ്പിളപ്പാട്ടും അവൾക്ക് ജില്ല വരെ എത്താൻ കഴിഞ്ഞു. ജില്ലയിലേക്ക് ഇവിടുന്ന് കടക്കാൻ പറ്റും. എന്നാ പിന്നെ ഒരു മാപ്പിളപ്പാട്ട് ശകലം 4 വരി പല്ലവി. ഇങ്ങനെയാണ് ടീച്ചർമാർ ഓരോ
തരം തഞ്ചം മധുമൊളിയുരിവായി മുത്തഴകൊത്തവർ അത്തിരുപേരിൽ കുഫിറോരേങ്ങളതും റയതുങ്കളിലും ലഹ്റായ് താനം ചിണ്ടു കൊണ്ടു മതി ചണ്ട വേണ്ട കൊതി ബിണ്ടാനേ തിരുനബി അവര ചരിത മധുരയുവതായ് ബദർശലു വലുവതായ് പടത്തട വിടും പടി ചൊടിയതിൽ ഉളർന്നതി കൊടുമയരുടെ ചതി തുടരവേ ഇതുപടി അതിനാല് തതിയാല് ചേർത്തെ ഉരുവ് കരാറിൽ അലമുകളരികരിലുരയുവതായ് മതിചാരേ താനം തരം തഞ്ചം മധുമൊളിയുരവായ് മുത്തഴകൊത്തവർ അത്തിരുപേര് കുഫിറോരേങ്ങളതും റയതുങ്കളിലും ലഹ്റായ് താനം ചിണ്ടു കൊണ്ടു മതി ചണ്ട വേണ്ട കൊതി ബിണ്ടാനേ തിരുനബിയ ചരിത മധുരയുവതായ് ബദർശലു വലുവതായ്. ഞങ്ങൾ ജഡ്ജസ് അല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കണ്ട. മാത്രമല്ല നമ്മൾ എങ്ങനെയാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ ഏറ്റെടുക്കുകയുള്ളൂ. ജില്ല വരെ എത്തിയ പാട്ടുകാരിയാണ് അല്ലേ? അപ്പം നമ്മുടെ ചോദ്യം ഒന്നും തെറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത തവണ നമുക്ക് ഒന്നെന്നുള്ളത് കൂട്ടണം അല്ലേ? കലോത്സവത്തിന് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഒന്നെന്നുള്ളത് കൂടി കൂടുതൽ മത്സരങ്ങളിലേക്ക് പാടാനുള്ള ആലപിക്കാനുള്ള കഴിവ് അല്ലേ? ടീച്ചറിനൊക്കെ വലിയ ജോലിയുണ്ട്, ഇനി പോയിട്ടൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. ഓക്കെ, ഓക്കെ, താങ്ക് യു.